എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ചെറിയൊരു മാംസത്തിലേക്ക് ബട്ടർ യൂസ് ചെയ്തിട്ട് ബട്ടർ ഇത് ഈ മാംസമായിട്ട് ചേർന്ന് മൊരിയണ ഒരു ഇതാണ് കേട്ടോ. ഇന്ന് നമുക്ക് കടപ്പുറത്തുനിന്ന് ജിഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ 2 സാൽമണാണ്. അത്യാവശ്യം ഒരെണ്ണം വലുതാണ്, പിന്നെ ഒരെണ്ണം ചെറുതാണ്. ഇതിനെ നമ്മളിന്ന് ഗ്രില്ലടിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ വെട്ടിത്തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് നമ്മളിപ്പോൾ ഗ്രില്ലടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേത്ത് നമ്മൾ കട്ട് ചെയ്താലേ ആ മാംസത്തിലോട്ട് മസാലയൊക്കെ ഇറങ്ങി ചെല്ലത്തുള്ളൂ. നമ്മൾ ഓവർ മസാലയൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ കുരുമുളകും പിന്നെ ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓവർ മസാലയൊക്കെ ചെയ്ത് ഇതിൻ്റെ മീറ്റിൻ്റെ ടേസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അകമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഇത് അകം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മേത്തി വരഞ്ഞു കൊടുത്താൽ മാത്രമേ ഇതിന് അത്യാവശ്യം മസാലയൊക്കെ ഇറങ്ങത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഓരോ മേത്ത് പാടുമ്പോഴേ ഇതിൻ്റെ ഉള്ളിലോട്ട് മസാലയൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ മസാല പിടിക്കാനായിട്ടാണ് നമ്മൾ കൂടുതലും അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബ്ലഡൊക്കെ കോട്ടായി കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും റയറായിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയ ആദ്യത്തെ സാൽമണാണ്. ഇതൊരെണ്ണേ കിട്ടിയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെയൊന്നും ഗ്രില്ലടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫിഷുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ റയറായിട്ട് ഫിഷിങ്ങിൽ കിട്ടുന്നൊരു മീനാണ് കേട്ടോ ഇത്. നമുക്ക് ഈ ഒരു വർഷം ഈ ഒരു സീസണിൽ മാത്രമേ ഇതിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് റയറായിട്ടൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ഇന്ന് ഗ്രില്ലടിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്രാവശ്യം ആദ്യം കിട്ടിയൊരു മീനാണ്. ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെയാണ്. ഫിഷിൽ തന്നെ നല്ല പ്രോട്ടീനും കാര്യങ്ങളുള്ള മീനാണിത്. അതുപോലെ ഇതിൻ്റെ മീറ്റിനൊരു ഓറഞ്ച് കളറൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് ഓറഞ്ച് കളറൊന്നും കാണാനില്ല കേട്ടോ ഞങ്ങൾ നോക്കിയിട്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു മീറ്റിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡേ ഉള്ളൂ. നോർമലി ഓറഞ്ച് ആണ് പറയുന്നത്. നമ്മൾ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മൾ കഴുകിയെടുക്കാൻ പോവുകയാണ്. അതിനകത്ത് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ കഴുകിയെടുക്കുകയാണ്. മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കൂടുതലും ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം ചെയ്യും, നല്ല ഫ്രൈ ആക്കി ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ വെട്ടാൻ നേരത്ത് ചോരമയൊക്കെ ഉണ്ടാവും, അത് നല്ല രീതിയിൽ കഴുകിയാൽ മാത്രമേ പോകത്തുള്ളൂ. അത്യാവശ്യം നല്ല ഡ്രൈ ആകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. തുണികളൊക്കെ ഇട്ട പോലെ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് വെള്ളമൊക്കെ വലിഞ്ഞാൽ മാത്രമേ നമുക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാനൊക്കെ ഉള്ളൂ. മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി ജസ്റ്റ് ഒന്ന് വലിയുന്നവരെ വെക്കണം. നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന കുരുമുളകാണ്. മസാല കൂട്ടിൽ ആദ്യം നമ്മൾ ഇടുന്ന കുരുമുളകാണ്. ആദ്യം നമുക്ക് കുറച്ച് കുരുമുളക് എടുത്ത് പൊടിച്ചെടുക്കാം. ഫ്രഷ് കുരുമുളകാണ് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് പൊടിച്ചാൽ മതിയാകും. പൊടിച്ചാകുമ്പോൾ ഇത്തിരി കൂടി എരിവും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. നമ്മൾ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ആ പൊടിച്ച് വെച്ച കുരുമുളക് ഇടാൻ പോവുകയാണ്. ഇലയിലേക്ക് പൊടിച്ച് വെച്ച കുരുമുളക് എടുക്കുകയാണ്. അതുപോലെ ഉപ്പ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എടുത്താൽ മതി ഉപ്പ്. ഏറ്റവും നല്ല മീനിൻ്റെ ടേസ്റ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുരുമുളകും മാത്രം ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ച് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഗ്രില്ല് ചെയ്യണമെങ്കിലും വറുക്കണമെങ്കിലൊക്കെ അതായിരിക്കും നമുക്ക് ആ മീറ്റിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഏറ്റവും നല്ലത് അതായിരിക്കും. ഓവർ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മീനിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോകും. ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ബട്ടറും അതുപോലെ തന്നെ പെപ്പറും പിന്നെ സാൾട്ടും മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. മസാല തേക്കാൻ പോവുകയാണ് ഇതിലേക്ക്. നമുക്ക് അത്യാവശ്യം ഒരു ചെറുതേ കിട്ടിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയതാണ് നമ്മൾ കൂടുതലും ഇന്ന് ഗ്രില്ലടിക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് ആദ്യം കിട്ടണം പിന്നെ ഈ പേഴ്സൺ ഗ്രില്ലടിക്കണമെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. അതുപോലെ അത് യൂട്യൂബിലേക്ക് ഇടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സാധാരണ നമ്മൾ ഇണക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇതേ മസാല അപ്ലൈ ചെയ്യാൻ പോകണം. നമ്മൾ നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ ചേർക്കണം കേട്ടോ. അത്യാവശ്യം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം. എന്നാൽ ഓവറാകുകയും ചെയ്യും.
എല്ലാ ഏരിയയിലോട്ട് നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. മസാലയൊക്കെ നല്ല രീതിക്ക് പിടിച്ചിറങ്ങണം. ഉപ്പും കാര്യങ്ങളൊക്കെ ആ മീറ്റിലോട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണം. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകും സാൾട്ടും അതുപോലെ തന്നെ ബട്ടർ യൂസ് ചെയ്ത് ഇണക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അത് പ്രത്യേകിച്ച് സാൽമൺ പോലത്തെ മീനിനൊക്കെ നല്ല മീറ്റിന് തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ്. ഇങ്ങനെ ഏത് മീനിനെ കിട്ടിയാലും അതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കറി വെച്ച് വറുക്കുക അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് നോക്കിയാലൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല മീനിനൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും ചെയ്യുന്ന ഇതാണ്. നമുക്ക് എന്ത് മീനെ കിട്ടിയാലും നമ്മൾ ഇതുപോലെ ഫ്രണ്ട്സുമായിട്ട് വന്നിരുന്ന് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, അവരെല്ലാവരും കൂടി ഇരുന്ന് ഇതുപോലെ ഗ്രില്ലടിക്കുക അല്ലെങ്കിൽ വറുക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഇത് ചെയ്യുന്നത്. കൂടുതലും മീനെ നമ്മൾ വൈകിട്ടാകുമ്പോൾ എല്ലാ മീനിനും കിട്ടുന്ന എല്ലാ മീനിനെയും കൂടി വെട്ടിത്തേച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടി വെട്ടിത്തേച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കും. ബ്രെഡൊക്കെ മേടിച്ച് കഴിക്കുക സാധാരണ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജിഗ്ഗ കയറിയ ഒരു കുട്ടനായിരുന്നു. അപ്പോൾ അതിനെയും കൂടി നമ്മൾ ഇതിനകത്ത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ മീൻ പിടിച്ചിരിക്കുന്ന കക്ഷിയാണ് ഈ ലൈറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ ലൈറ്റ് പിടിച്ച് നിൽക്കുന്ന ഈ കക്ഷിയാണ് ഇന്ന് മീനെ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും നന്നായിട്ട് ഫുഡൊക്കെ ഇണക്കുന്ന ഒരാളാണിത്. പുള്ളിക്കാരനാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ഇതിലാണ് മീനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇണക്കിയൊക്കെ ചെയ്യുന്നത്. പുള്ളിയുടെ സ്പെഷ്യൽ മസാലയാണെന്നാണ് പറയണത്. പുള്ളി അടിപൊളിയായിട്ട് ഫുഡൊക്കെ വെക്കും. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്നാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. കൂടുതൽ എല്ലാവരും ഫിഷിങ്ങിൻ്റെ ആൾക്കാരാണ് കേട്ടോ. എല്ലാവരും മീൻപിടുത്തത്തിൽ എക്സ്പേർട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് സാൽമൺ കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഗ്രില്ലടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും മീനിനെ വെന്ത് വന്നതിന് കൊതിയായിട്ടിരിക്കുകയാണിത്. എല്ലാവരും തന്നെ ഇത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ 7 മണിക്ക് വീട്ടിൽ പോകണം. ഗ്രില്ലടിക്കാൻ വേണ്ടി ചാർക്കോളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിരട്ടയും യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ കത്തിക്കാൻ വേണ്ടി ചിരട്ടയിട്ട് കത്തിച്ചിട്ട് രണ്ടാമത് ചാർക്കോൾ ഇടാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു കിലോളം ചാർക്കോൾ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഗ്രില്ലടിക്കാൻ സാധാരണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിന് ഇതുപോലെ ഓട് വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ലടിക്കുന്നത്. ഇനി നമ്മളിതുപോലെ ചിരട്ട അടുക്കി വെച്ച് ആദ്യം കത്തിച്ച് കനലാക്കും. അതിലേക്ക് നമ്മൾ ചാർക്കോൾ ഇടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ 3-4 ഓട് അടുക്കി വെച്ച് ഇങ്ങനെ ജസ്റ്റ് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീടിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചിരട്ട കത്തിച്ച് അതിലേക്ക് നമ്മൾ ചാർക്കോൾ ഇടുകയാണ് ചെയ്യുന്നത്. ഇത് ചിരട്ട കത്തി കനലായതിനു ശേഷം ചിരട്ടയുടെ നല്ല ഹീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കനലായതിനു ശേഷം അതിലേക്ക് ചാർക്കോൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കനലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിരട്ടയുടെ കനലും അതുപോലെ തന്നെ ചാർക്കോളൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മീനെടുത്ത് വെക്കാൻ പോവുകയാണ്. നമ്മൾ സാൽമണും അതുപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്ന മീനിനെയൊക്കെ ഇതിൻ്റെ മേലോട്ടെടുത്ത് വെക്കാൻ പോവുകയാണ്. നമ്മൾ തീ ഫുള്ളായിട്ട് കെട്ടതിന് ശേഷം ഇതുപോലെ റെഡ് കളറായതിന് ശേഷം മാത്രമേ നമ്മൾ മീനെ വെക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുകച്ചവ അതുപോലെയൊക്കെ വ്യത്യാസമൊക്കെ വരും. അതിനുവേണ്ടി ഇപ്പോൾ ഇത് ഫുള്ള് റെഡ്, ഈ തീ മൊത്തം കെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ വെക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ റെഡ് കളറായിട്ട് നിൽക്കണം ഫുള്ളായിട്ട്. മസാല പുരട്ടി വെച്ച സാൽമണ് നമ്മൾ മേളിലോട്ട് കമത്തി വെക്കുകയാണ്. മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഉപ്പും കാര്യങ്ങളും മസാലയെല്ലാം നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് അതിലോട്ട്. നമ്മൾ വെളിച്ചെണ്ണേനേക്കാളും നല്ലത് ബട്ടർ യൂസ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റിൻ്റെ അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാൽമണെ പോലത്തെ ഇത്രയും നല്ല ടേസ്റ്റുള്ളൊരു മീനായതുകൊണ്ട് തന്നെ നമ്മൾ ബട്ടറും നമ്മൾ കുരുമുളകും അതുപോലെ ഉപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മീറ്റിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലയുടെ ടേസ്റ്റൊക്കെ ഓവറായിട്ട് കയറി വരികയും നമുക്ക് ആ ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നമ്മൾ കൂടുതലും ബട്ടർ യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരുപാട് ടൈം എടുക്കും കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ചിക്കൻ ഗ്രില്ലടിക്കുന്ന പോലെയൊന്നുമല്ല, ഫിഷ് ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈമൊക്കെ എടുക്കും. നല്ല രീതിയിൽ തന്നെ ഇത് ഫ്രൈ ആയി വരണം. ചൂട് കൊണ്ട് ഈ ബട്ടറൊക്കെ ഉരുകി തന്നെ നമുക്ക് കാണാം. ഉരുകി മാംസമായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളിപ്പോൾ ഇത് വരഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ ഇതിലോട്ടും മസാലയൊക്കെ ഇറങ്ങി ഇതിലേക്ക് ഉപ്പും കാര്യങ്ങളും അതുപോലെ കുരുമുളകിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വരഞ്ഞു വെച്ചിരിക്കുക അതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബട്ടറൊക്കെ. ഇത് നമ്മൾ ജസ്റ്റ് ഫ്രൈ ആയി വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതുപോലെ ഒരു പീസായിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാനൊക്കെ പറ്റും. ഇതുണ്ട് നമ്മൾ ബട്ടർ യൂസ് ചെയ്തിട്ട് ബട്ടർ ഇത് ഈ മാംസമായിട്ട് ചേർന്ന് മൊരിയണ ഒരു ഇതാണ് കേട്ടോ. ഈ നമ്മുടെ പുകയുടെ
ആ ഒരു ചൂട് കൊണ്ടിട്ട് നമ്മുടെ ഇത് മൊരിയണതാണ്. അത്യാവശ്യം ഒരു സൈഡ് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമ്മൾ മറിച്ചിടാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് വെന്തതായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. വെന്തായില്ലെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് മറിച്ചിടാൻ പോവുകയാണ്. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി പാടാണ്. നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്യാൻ വെച്ച മീൻ എല്ലാം വെന്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കാര്യങ്ങൾ നല്ല ഫ്രൈ ആയിരിക്കുകയാണ്. നമുക്ക് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം കാണാൻ തന്നെ നല്ല തിന്നാനായിട്ട് തന്നെ കൊതിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നോക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് നോക്കിയിട്ട് പറയാം. കഴിച്ചു നോക്കിയേ. സ്കിന്നുൾപ്പെടെ കഴിച്ചാൽ ആ ടേസ്റ്റ് അറിയാം അവള്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ചെറിയൊരു മാംസത്തിലൊക്കെ വെച്ച് നമ്മളിങ്ങനെ കഴിക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? ആ ഫ്രഷ് മീറ്റിൻ്റെ ആ ഫ്ലേവർ, പിന്നെ ബട്ടറിൻ്റെ കുരുമുളകിൻ്റെ എടുത്ത് പറഞ്ഞ കേട്ടാ, ഒരു രക്ഷയില്ല. പുള്ളിയാണ് ഇത് ഇണക്കിയത്. പറയാൻ പറ്റുള്ളൂ. ഞാൻ കഴിച്ചാലേ ചോദിച്ചു ഒരു രക്ഷയില്ല. സാൽമൺ എങ്ങനെയാണ്? ആ സ്കിന്നൊക്കെ ഉൾപ്പെടെ കഴിച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? ആ സാൽമന്റെ അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? അടിപൊളിയായിട്ട് മീറ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ സാൽമന്റെ അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ലേ നമുക്ക്? അതേ മാംസത്തിന്റെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കിട്ടിയില്ലേ? അടിപൊളി. സാൽമൺ കഴിക്കട്ടെ, വറ്റൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബട്ടർ എന്നിപ്പോൾ വറ്റയുടെ ക്യാരക്ടർ മാറി. ഇത് വേറെ മസാല ഉണ്ട്, അതിൻ്റെ ഫ്ലേവർ വ്യത്യാസമുണ്ട്. നമ്മൾ രണ്ടാമത് ചെയ്ത മസാലയാണ്, പക്ഷെ ഇതിൻ്റെ മീറ്റിൻ്റെ കറക്റ്റാ ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് സാൽമൺ. അത് നമ്മൾ കൂടുതൽ മസാലയൊന്നും ചേർക്കാഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ ടേസ്റ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. മസാലയാണ് അത്. നമ്മളത് ഇതിനകത്ത് കൂടുതൽ നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മുടെ പെപ്പറും സാൾട്ടും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഇത്തിരി മസാല ചേർത്ത്, അതാണ് ഒരു ടേസ്റ്റ് വേരിയേഷൻ വന്നത്. ഇതിനകത്ത് അതേ സാൽമൻ്റെ അതേ മീറ്റ് എന്ത് ടേസ്റ്റാണോ അതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അല്ല, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ സാൽമൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ടേസ്റ്റ് തന്നെ. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.